ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബീഫ് കറിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തതാണ്. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 വലിയ സവാള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതോടൊപ്പം 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 വിസിൽ കേൾപ്പിക്കണം. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി 4 മീഡിയം ഫ്ലെയിമിലും മതി. ഈ ടൈമിൽ ഇതിലേക്കുള്ള ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഹാഫ് ഫ്രൈ ആകുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തത് നമുക്ക് ഫസ്റ്റ് മാറ്റി വെക്കാം. ഇവിടെ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് മസാലകൾ വറുത്തെടുക്കണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയ്ക്ക് പകരം ബീഫ് മസാല ഉപയോഗിച്ചാലും മതി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇവ ചേർത്ത് ഒന്ന് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഏകദേശം 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതേ പാനിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബീഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അടച്ച് 1 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇവിടെ ബീഫ് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.